Assalamualaikum, Namaskaram. Welcome to Jasna's Cooking World. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പപ്പടമൊക്കെ ചേർത്തിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പോൾ പഴംപൊരിക്ക് വേണ്ട പഴം എടുത്തിട്ടുണ്ട്. പഴം അത്യാവശ്യം പഴുത്ത പഴം എടുക്കുന്നതാണ് പഴംപൊരിക്ക് ടേസ്റ്റ്. പിന്നെ നമുക്ക് കാര്യമായിട്ട് ഇതിൽ പപ്പടം ചേർക്കണം. അപ്പോൾ പപ്പടം ഒരു 4-5 പപ്പടം എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി വെക്കുക. അതൊരു 10-15 മിനിറ്റോടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനൊരു 10-15 മിനിറ്റ് അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പപ്പടവും അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 250 ml കപ്പിന് നിറച്ചെടുത്ത് വെച്ച മൈദയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അളവിന് നമുക്കൊരു 5 പഴം പൊരിച്ചെടുക്കാൻ പറ്റും. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്താലേ പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരം ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ലൂസാവരുത് മാവ്. ഞാൻ ഈ കപ്പിനൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ മാവ് എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു തിക്നെസ് ഉണ്ടാവണം മാവിന്. ഒത്തിരി ലൂസായി പോവരുത്. ഈ ഒരു തിക്നെസ് ഉണ്ടായാലേ പഴംപൊരി നന്നായിട്ട് വരുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പഴം കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. അപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ പൊരിച്ചെടുക്കാൻ വേണ്ടി അത്ര ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ. നമുക്ക് ഈ മാവിലേക്ക് ഒരു 4 കട്ട് ചെയ്ത് വെച്ച പഴത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് എണ്ണയിൽ ഇടാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കിയിട്ട് ഓരോ പീസ് പഴമായിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പീസ് ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒരു പാകമായിട്ട് നമുക്ക് മറിച്ചിടാം. ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് മാവ്. നമ്മൾ പപ്പടം ചേർത്ത കാരണമാണ് ഇങ്ങനെ പൊള്ളച്ചിട്ട് വന്നിട്ടുള്ളത്. കഴിക്കാനും നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ആവട്ടെ. 2 സൈഡൊന്ന് നന്നായിട്ട് മൊരിയട്ടെ. നമ്മുടെ പഴംപൊരി ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. എണ്ണയെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം ടിഷ്യൂലേക്ക് വെക്കാം. അധികം എണ്ണ ഒന്നും കുടിക്കില്ല ഇങ്ങനെ പഴം പൊരിക്കുമ്പോൾ. കറക്റ്റ് ഇതിൽ കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം കൂടെ അതുപോലെ പൊരിച്ചെടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള പഴം കൂടെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. 2 സൈഡും ഒന്നായി വരുമ്പോൾ മറിച്ചിട്ട് കോരി മാറ്റാം. അധികം മൊരിയണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ പപ്പടം വെച്ചിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായി വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.